വസന്തേ, ഈ ഘട്ടത്തിൽ CBI വരുന്നതല്ലേ നല്ലത്? ഞങ്ങൾ CBI സ്വാഗതം ചെയ്തതല്ല. ഞാൻ പറഞ്ഞത് CBIയോ മൊസാദോ റോയോ ആരെ വെച്ചു അന്വേഷിപ്പിക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. കാരണം ആ കോൺഫിഡൻസ് ലെവലിന്റെ കാരണം അത് വളരെ കൃത്യമായി ശ്രീ സോമൻ വ്യക്തമാക്കി. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. മരിച്ചുപോയ ആൾ എഴുന്നേറ്റ് വന്ന് മൊഴി നൽകില്ലല്ലോ IC ബാലകൃഷ്ണനെതിരെ. ആ ധൈര്യമല്ലേ? നീലിമ സോമേട്ടനൊരു അഭിഭാഷകനല്ല, പക്ഷെ നീലിമ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ഒരാൾ മരിച്ചാൽ അദ്ദേഹം വസന്തേ, ഈ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? താങ്കൾ തന്നെ പറയുന്നുണ്ട് 2019 തുടങ്ങിയ പ്രശ്നമാണ്. 2019 ഈ ഉടമ്പടി രേഖ പുറത്തു വന്നിട്ടുണ്ട്. KPCCക്ക് നൽകിയ പരാതി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഞാൻ നിഷ്കളങ്കനാണ് എന്നുണ്ടെങ്കിൽ IC ബാലകൃഷ്ണന് അന്ന് എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ല? ഇത്തരത്തിൽ ഞാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. എന്റെ പേരിൽ ഇത്തരത്തിൽ വ്യാജമായി ഉടമ്പടി രേഖ ചമച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഞാൻ പണം വാങ്ങി എന്ന് പറയുന്നു. പോലീസിനെ സമീപിക്കാമായിരുന്നല്ലോ. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാത്രം എന്തിനാണ് കാത്തുനിന്നത് അങ്ങനെ പോലീസിനെ കാണാൻ? ശ്രീമതി നീലിമ, അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു പോകണ്ട. IC ബാലകൃഷ്ണനെതിരെ എന്ന് പറയുന്ന ഈ ഉടമ്പടി ഉണ്ടല്ലോ, അത് പുറത്തു വരുന്നത് വിജയേട്ടന്റെ മരണശേഷമാണ്. അത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ന് IC ബാലകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ വരും ദിവസങ്ങളിൽ നിയമ നടപടികളുമായി മുമ്പോട്ട്. അത് തന്നെയാണ് വസന്ത പ്രശ്നം. ഇപ്പോൾ പരാതി നൽകിയതിലെ സാങ്കത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.